തൃശൂർ പേരാമംഗലത്ത് KSRTC ബസ്സിൽ സ്ത്രീ പ്രസവിച്ചു. അമ്മയെയും കുഞ്ഞിനെയും ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം സ്വദേശിയാണ് ബസ്സിൽ പ്രസവിച്ചത്. സൂരജ് സജീവ് വിശദാംശങ്ങളുമായി. സൂരജ്, ഇവർ ആശുപത്രിയിലേക്ക് പോകുന്ന വഴിക്കായിരുന്നോ? സംഭവിച്ചത് എന്താണ്? ഇത് തൊട്ടിൽപ്പാലത്ത്, അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന KSRTC ബസ്സിലാണ് യുവതി പ്രസവിച്ചിരിക്കുന്നത്. ഇന്ന് ഈ ബസ് പേരാമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ എത്തുന്ന സമയത്ത് യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെടുകയും പിന്നീട് ഈ ബസ്സിൽ തന്നെ ഇവരെ ഈ പേരാമംഗലം ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. പക്ഷേ ഈ സ്ട്രക്ചറിലേക്ക് മാറ്റാൻ ഒരു ശ്രമം നടത്തുന്നതിന് മുമ്പ് തന്നെ യുവതി ഈ പ്രസവത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. ഇതോടുകൂടി ഈ ഡോക്ടർമാരും നേഴ്സും അടക്കമുള്ള സംഘം ഈ ബസ്സിനകത്ത് കയറി ഈ പ്രസവം എടുക്കുകയായിരുന്നു. എന്തായാലും യുവതിയും കുഞ്ഞും സുഖമായിരിക്കുന്നു. മൺട്രോതുരത്ത് സ്വദേശിയായ യുവതിയാണ് ഇത്തരത്തിൽ ഈ ബസ്സിനകത്ത് പ്രസവിച്ചതെന്നുള്ളതാണ് പറയുന്നത്. ഈ യുവതി ഇത് സംബന്ധിച്ച് അവരുടെ പേരോ മറ്റു വിവരങ്ങളോ പുറത്തുവിടരുതെന്ന ഒരു അഭ്യർത്ഥന മുന്നോട്ട് വെച്ചതുകൊണ്ട് തന്നെ ആ പേര് വിവരങ്ങൾ നമ്മൾ പുറത്തുവിടുന്നില്ല. എന്തായാലും അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നു. ആശുപത്രി അധികൃതർ സംയോജിതമായ ഇടപെടൽ, അത് ബസ്സിനകത്ത് കയറി തന്നെ അവർ പ്രസവം എടുക്കുന്നു. അതോടൊപ്പം തന്നെ ഈ KSRTC അധികൃതർ തന്നെയും ഈ യുവതിക്ക് പ്രസവവേദന അനുഭവപ്പെടുന്ന സമയത്ത് നേരെ ബസ് റൂട്ട് തിരിച്ച് പെട്ടെന്ന് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ KSRTC ബസ്സിൽ യുവതി പ്രസവിക്കുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അനുജ, ഇതിലിപ്പോൾ ഇത് എത്ര മാസമായിരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ടോ? ഇവർ അപ്രതീക്ഷിതമായി അങ്ങനെ ഒരു സംഭവത്തിലേക്ക് നീങ്ങിയതാണോ സൂരജ്? ഈ പറഞ്ഞ തീയതിയിലേക്ക് എത്തിയിരുന്നില്ല എന്നുള്ളതാണ്. പ്രസവത്തിന്റെ തീയതി പറഞ്ഞതിലേക്ക് എത്തിയിരുന്നില്ല. പക്ഷെ അതിനിടയിലാണ് ഇവർക്ക് ഈ ബസ്സിൽ പോകുന്നതിനിടയിലാണ് ഈ പേരാമംഗലം പോലീസ് സ്റ്റേഷനിൽ സമീപം എത്തുന്ന സമയത്താണ് ഇവർക്ക് ഈ പ്രസവ വേദന അനുഭവപ്പെടുന്ന. അങ്കമാലിയിൽ നിന്നും ഈ തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന KSRTC ബസ്സാണ്. അത് പേരാമംഗലം സ്റ്റേഷന് മുന്നിൽ എത്തുന്ന സമയത്ത് ഈ യുവതിക്ക് വലിയ രീതിയിൽ ഈ പ്രസവ വേദന അനുഭവപ്പെടുന്നു. അവിടെ നിന്ന് തൊട്ടടുത്ത് ഉള്ള ആശുപത്രി എന്ന നിലയിലേക്കാണ് ഈ ബസ് തിരിച്ച് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്തേക്ക് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും യുവതി പ്രസവിക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഇവർ ഈ സ്ട്രക്ചറിലേക്ക് മാറ്റാൻ ആദ്യഘട്ടത്തിൽ ഒരു ശ്രമം നടത്തി. പക്ഷേ യുവതി പ്രസവിച്ചു തുടങ്ങിയതുകൊണ്ട് കൂടി തന്നെ ഇവർ, അതായത് ഡോക്ടർമാരും നഴ്സുമാരും അടങ്ങുന്ന സംഘം ത്തിനകത്തേക്ക് കയറി അവിടെ വെച്ച് യുവതിയുടെ പ്രസവം എടുക്കുകയായിരുന്നു. പിന്നീട് അമ്മയെയും കുഞ്ഞിനെയും ഈ സ്ട്രക്ചറിലേക്ക് മാറ്റുകയും ചെയ്തു. അതിന്റെ CCTV ദൃശ്യങ്ങളാണ് കാണുന്നത്. ബസ് അങ്ങോട്ടേക്ക് വരുന്നു. ആ സമയത്ത് ഈ നഴ്സും ഡോക്ടർമാരും അടക്കമുള്ള സംഘം അവിടെ കയറി ഈ പ്രസവം എടുക്കുന്നതെല്ലാം കാണാം. പിന്നീട് ഇവരെ ഈ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും അമ്മയുടെയും കുഞ്ഞിന്റെയും ആരോഗ്യസ്ഥിതി എല്ലാം നല്ല രീതിയിലാണ് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഒരു സംയോജിതമായ ഇടപെടൽ, അത് KSRTC ജീവനക്കാരുടെ ഭാഗത്തുനിന്നും ഒപ്പം ഈ യാത്രക്കാരുടെ ഭാഗത്തുനിന്നും എല്ലാം ഉണ്ടായ ഒരു സംയോജിത ഇടപെടലാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് നയിച്ചത്. അനുജ, ഈ യുവതിക്കൊപ്പം മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ കൂട്ടത്തിൽ? യുവതിക്കൊപ്പം ഭർത്താവ് ഉണ്ടായിരുന്നു കൂടെ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ രണ്ടുപേരുമാണ് ഈ ബസ്സിൽ യാത്ര ചെയ്യുന്നത്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഇവർ എവിടെ നിന്ന് കയറി എന്ന അടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് ഈ പേരാമംഗലം പോലീസ് സ്റ്റേഷന് മുന്നിൽ ഈ ബസ് അവിടെ എത്തുന്ന സമയത്താണ് ഈ യുവതിക്കും കലശലായ പ്രസവവേദന അനുഭവപ്പെടുന്നത്. പിന്നീട് ഇവർ തന്നെ, അതായത് തൊട്ടടുത്ത ആശുപത്രി എന്ന നിലയ്ക്കാണ് ഈ അമല ആശുപത്രിയിലേക്ക് എത്തുന്നത്. ഒപ്പം ഉണ്ടായിരുന്ന KSRTC ജീവനക്കാരാണെങ്കിലും ആ ബസ്സിൽ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ അടിയന്തരമായി ഈ ബസ് ഇങ്ങോട്ടേക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ടി പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ബസ് തന്നെ ഈ ആശുപത്രിയിലേക്ക് എത്തുന്നത്. ബസ് ആശുപത്രിയിലേക്ക് എത്തുമ്പോഴേക്കും ഈ പ്രസവ വേദന മാറി യുവതി ഈ പ്രസവത്തിലേക്ക് കടന്നിരുന്നു. അതോടുകൂടിയാണ് ഇവരെ ഈ ബസ്സിനകത്ത് തന്നെ പ്രസവം എടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ നേഴ്സ് അടക്കമുള്ള സംഘം തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ ബസ് ഈ ആശുപത്രിക്ക് മുന്നിൽ നിർത്തിയിട്ടുകൊണ്ട് തന്നെ ആ ബസ്സിനകത്ത് ഈ ബസ്സിനകത്ത് വെച്ച് തന്നെ ഈ പ്രസവം എടുക്കുന്നു. അതിനുശേഷം ഈ അമ്മയും കുഞ്ഞിനെയും പിന്നീട് ഈ സ്ട്രക്ചറിൽ മാറ്റി ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. എന്തായാലും അവർക്ക് ഈ പേരുവിവരങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും പറയുന്നതിനോട് താല്പര്യമില്ല എന്നുള്ളതാണ് അവർ തീർത്തും പറയുന്നത്. ഈ മൺട്രോതുരത്ത് സ്വദേശികളാണ് ഈ ദമ്പതികൾ. അങ്ങനെയാണ്. എന്തായാലും 35 വയസ്സ് പ്രായമുള്ള മൺട്രോതുരത്ത് സ്വദേശിയായിട്ടുള്ള യുവതിയാണ് ഇപ്പോൾ ഈ ബസ്സിനകത്ത് പ്രസവിച്ചിരിക്കുന്നത്. ഏതായാലും കൃത്യസമയത്ത് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഡോക്ടേഴ്സിന്റെയും നഴ്സസിന്റെയും സേവനവും ലഭിച്ചു. ബസ്സിനുള്ളിൽ തന്നെ വെച്ച് പ്രസവം നടന്നുവെങ്കിലും ഇവരുടെ മേൽനോട്ടത്തിൽ തന്നെയാണ് അത് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ആ കൃത്യസമയത്തേക്ക് അവരെ എത്തിക്കാൻ കഴിഞ്ഞു. അതിലെത്തിച്ചതിൽ നമ്മൾക്ക് KSRTC ഡ്രൈവറെയും ജീവനക്കാരെയും മറ്റ് യാത്രക്കാരെയും എല്ലാവരെയും ഒരുപോലെ അഭിനന്ദിക്കേണ്ടതുണ്ടല്ലേ സൂരജ്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഈ തൃശ്ശൂരിൽ നിന്ന് ഈ തൊട്ടിൽപ്പാലത്തിലേക്ക്, അങ്കമാലിയിൽ നിന്ന് തൊട്ടിൽപ്പാലത്തേക്ക് പോകുന്ന സമയത്തുള്ള ബസ്സാണ്. ആ ബസ് പ്രത്യേകിച്ച് സൂപ്പർഫാസ്റ്റ് ബസ്സാണ്. അവരെ സംബന്ധിച്ച് ഈ ഓടിയെത്തുക എന്നുള്ള വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ തൃശ്ശൂരിലൊക്കെ വലിയ ഗതാഗത കുരുക്ക്, മഴയെല്ലാം കടന്നു വരുമ്പോഴാണ് ഈ സംഭവം പേരാമംഗലത്ത് വെച്ചുണ്ടാകുന്നത്. പക്ഷേ
യാത്രക്കാർ ആരും തന്നെ ഒരു മടി പോലും പ്രകടിപ്പിക്കാതെ അല്ലെങ്കിൽ ഇവരെ മറ്റൊരു വാഹനത്തിൽ മാറ്റാൻ പോലും ആലോചിക്കാതെ സമീപത്തുള്ള അമല ആശുപത്രിയിലേക്ക് എത്തിക്കാൻ അവർ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അതാണ് ഇതിന്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ആരും ഒരു എതിർപ്പ് പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് പ്രസവവേദന തോന്നുന്ന സമയത്ത് മറ്റൊരു വാഹനത്തിൽ കൊണ്ടു ആശുപത്രിയിലേക്ക് ആക്കാമെന്ന് വിചാരിക്കാൻ നിന്നില്ല. പകരം ഈ KSRTC ബസ് തന്നെ ഈ പോകുന്ന യാത്രക്കിടയിൽ തിരിക്കുന്നു. അങ്ങനെ തൊട്ടടുത്തുള്ള അമല ആശുപത്രിയിലേക്ക് ഇവരെ എത്തിക്കുന്നു. അങ്ങനെയാണ് ഈ 37 വയസ്സുള്ള ഈ യുവതി ഈ അമല ആശുപത്രിയിൽ എത്തിച്ച് പിന്നീട് ഈ പ്രസവം അവിടെ നടക്കുന്നത്. ഈ ബസ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ഈ ആശുപത്രിയുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ്. ആ സമയത്ത് ഈ യുവതിക്ക് പ്രസവം തുടങ്ങിയിരുന്നു. അങ്ങനെയാണ് ഇവരെ ഈ ആശുപത്രിയിലേക്ക് മാറ്റി ഒരു പ്രസവ ശുശ്രൂഷയിലേക്ക് കടക്കാൻ കഴിയില്ല എന്ന് ഡോക്ടർമാരും നഴ്സും എല്ലാം മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവരെല്ലാവരും എമർജൻസി വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഈ പ്രസവം എടുത്തത്. എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ അടക്കം ഈ ബസ്സിനകത്തേക്ക് കയറുകയാണ്, നഴ്സുമാരെയും ചേർന്ന്. അങ്ങനെ അവിടെ വെച്ച് ഈ പ്രസവം എടുത്തു. പെൺകുഞ്ഞാണ് ഉണ്ടായിരിക്കുന്ന, അമ്മയും കുഞ്ഞും സുഖമാണ് എന്നുള്ളതാണ് ഈ ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ KSRTC ബസ്സിലെ ജീവനക്കാരുടെയും അതുപോലെ തന്നെ ഒപ്പമുണ്ടായിരുന്ന യാത്രക്കാരും എല്ലാവരും ഈ പ്രശംസ അർഹിക്കുന്നുണ്ട്. കാരണം നമ്മൾക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് സൂരജ്, അവിടുത്തെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവർ എങ്ങനെയാണ് ഇതിൽ സഹായിക്കാനായി എത്തിച്ചേരുന്നത് എന്നൊക്കെയുള്ളത്. അതിൽ ഒന്നിലേറെ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ തിടുക്കപ്പെട്ട് അങ്ങോട്ടേക്ക് എത്തുന്നതും അവർ സഹായിക്കുന്നതും ഒക്കെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഒത്തൊരുമിച്ച് ഉള്ളൊരു പ്രവർത്തനം അല്ലേ? തീർച്ചയായും അനുജ, അത് തന്നെയാണ് ഉണ്ടായത്. കാരണം ഈ ബസ് പേരാമംഗലത്ത് വെച്ച് വേദന അനുഭവപ്പെടുന്ന സമയത്ത് ആ ബസ്സിലുള്ള യാത്രക്കാരും ഈ ജീവനക്കാരും എല്ലാം ചേർന്ന് ഈ യുവതിയെ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. ആ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് എത്തുന്ന സമയത്ത് തന്നെ പ്രസവം തുടങ്ങിയിരുന്ന ബസ്സിലുണ്ടായിരുന്ന സ്ത്രീകളടക്കം ഈ സമയം ഈ യുവതിയെ സഹായിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അങ്ങനെ അവിടെ എത്തി എമർജൻസി വിഭാഗത്തിലെ ഡോക്ടർ യുവതിയെ പരിശോധിക്കുമ്പോൾ തന്നെ ഈ പ്രസവം തുടങ്ങിയിരുന്നു, കുഞ്ഞ് പുറത്തേക്ക് വന്ന് തുടങ്ങിയിരുന്നു. ഇതോടുകൂടിയാണ് ഈ സ്ട്രക്ചറിലേക്ക് യുവതിയെ മാറ്റാൻ കഴിയുന്ന ഒരു സാഹചര്യമല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഈ പ്രസവം നടത്താമെന്ന് പറയുന്നത്. ഏറ്റവും പുതിയ വിവരം, ഇപ്പോൾ ഇവരെ ഈ തിരുനാവായയിലെ ഒരു ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഈ അമ്മയും കുഞ്ഞിനെയും ഇവിടെ നിന്ന് ഇപ്പോൾ ഈ തിരുനാവായയിലെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇന്നത്തെ വാർത്താ ദിനത്തിൽ സംഭവിച്ചതാണ്. തൃശൂർ പേരാമംഗലത്ത് KSRTC ബസ്സിൽ ഒരു സ്ത്രീ പ്രസവിച്ചു എന്നുള്ളതാണ്. ഇവർക്ക് പ്രസവ വേദന അനുഭവപ്പെടുന്നു. തുടർന്ന് അമല ആശുപത്രിയിലേക്ക് KSRTC ഡ്രൈവർ, കണ്ടക്ടർ എന്നിവർ മുൻകൈയെടുത്ത് അവരെ എത്തിക്കുന്നു. പക്ഷേ ആശുപത്രിയിലേക്ക് എത്തിച്ച് ഇറക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ അവർ പ്രസവിക്കാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് ആശുപത്രിയിൽ വെച്ച് തന്നെ പ്രസവം ഡോക്ടേഴ്സിൻ്റെയും നഴ്സസിൻ്റെയും മേൽനോട്ടത്തിൽ നടത്തുന്നു. അതിന് ആശുപത്രി മറ്റ് അധികൃതർ, സെക്യൂരിറ്റി ഗാർഡ് ഉൾപ്പെടെയുള്ളവരുടെ സഹായം, KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാർ, ഇവരെല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കേണ്ടതാണ്. സമയോചിതമായ ഇടപെടൽ. ഇപ്പോൾ അമ്മയും കുഞ്ഞും സുരക്ഷിതരായിരിക്കുന്നു. അവരെ തിരുനാവായിലെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും സന്തോഷകരമായ വിവരം കൂടി പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയാണ്.